600 മൈൽ വീതിയും 6000 മീറ്റർ ആഴവും ഉയർന്ന ശക്തമായ തിരമാലയും വീശിയടിക്കുന്ന കാറ്റും കടലിന്റെ ഭീകരത ഭയപ്പെടുത്തുന്ന ഡ്രേക്ക് പാസേജ്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഈ പ്രദേശം പായ്വഞ്ചിയിൽ മറികടക്കുകയെന്നത് ചന്ദ്രനിൽ പോകുന്നതുപോലെ അപകടം പിടിച്ചതാണ്. പരിചയസമ്പന്നരായ നാവികർക്ക് പോലും പേടി സ്വപ്നമായ ഈ പ്രദേശം മലയാളിയായ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനാക്കെയും പുതുച്ചേരി സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ രൂപയെയും പായ്വഞ്ചിയായ INS തരണിയിൽ മറികടന്നു. പായ്വഞ്ചിയിൽ ലോകം ചുറ്റാനിറങ്ങിയ ദിൽനയും രൂപയും ഡ്രേക്ക് പാസേജിലൂടെ ദക്ഷിണ അമേരിക്കയുടെ ദക്ഷിണ മുനമ്പായ കേപ്പ് ഹോൺ പിന്നിട്ടത് ഇന്ത്യൻ നാവികസേനയ്ക്ക് പുതുചരിത്രമായി. This is a moment which we have been waiting for since the last few years. It really feels incredible. We have successfully rounded the Cape Horn. It's an honor to represent India and Indian Navy, and we are proud to fly our flags here at Cape Horn. കേപ്പ് ഹോൺ മറികടന്ന ഇരുവരും കേപ്പ് ഹോണേഴ്സിന് അർഹരായി. കേപ്പ് ഹോൺ വിജയകരമായി മറികടക്കുന്ന നാവികർക്ക് നൽകുന്ന പദവിയാണ് കേപ്പ് ഹോണേഴ്സ്. ഇന്ത്യൻ നാവികസേനയുടെ സാഗർ പരിക്രമ 2ന്റെ ഭാഗമായാണ് ഇരുവരും പായ്വഞ്ചിയിൽ ലോകം ചുറ്റുന്നത്. ഇന്ത്യൻ വനിതകളുടെ ആദ്യ ഉദ്യമമാണിത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് രൂപയും ദിൽനയും യാത്ര ആരംഭിച്ചത്. ഈ വർഷം മെയ് മാസത്തോടെ പായ്വഞ്ചിയായ INS തരണിയിൽ ലോകം ചുറ്റി തിരിച്ചെത്തും. വനിതകളെ പായ്വഞ്ചിയിൽ ലോകം ചുറ്റാൻ അയക്കാൻ ഇന്ത്യൻ നാവികസേന തീരുമാനിച്ചപ്പോൾ 17 പേരാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. അതിൽ നിന്നാണ് ദിൽനയെയും രൂപയെയും തിരഞ്ഞെടുത്തത്. കോഴിക്കോട് കക്കോടി പറമ്പിൽക്കടവ് സ്വദേശിയാണ് ദിൽന. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നമുക്കിപ്പം വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, ഇന്ത്യൻ നാവികസേനയ്ക്ക് അഭിമാന മുഹൂർത്തം, ഏറ്റവും അപകടകരമായ കേപ്പ് ഹോൺ മറികടന്നിരിക്കുകയാണ് നമ്മുടെ നാവികർ. പറയൂ. തീർച്ചയായിട്ടും ഇന്ത്യൻ നാവികസേനയ്ക്ക് അഭിമാന മുഹൂർത്തം, അതോടൊപ്പം തന്നെ ഇന്ത്യൻ വനിതകൾക്ക് അഭിമാന മുഹൂർത്തം, മലയാളിക്ക് അഭിമാന മുഹൂർത്തം, അങ്ങനെ ഒരുപാട് സന്തോഷം നൽകുന്നതാണ് ഈ രണ്ട് പെൺകുട്ടികളുടെ നേട്ടമെന്ന് പറയുന്നത്. ഈ രണ്ട് പെൺകുട്ടികൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് ലോകം ചുറ്റാൻ ഇറങ്ങിയത്, അതും ഒരു പായ്വഞ്ചിയിൽ. ഇന്ത്യൻ നാവികസേനയുടെ സാഗർ പരിക്രമ 2ന്റെ ഭാഗമായിട്ടാണ് നാവികസേന ഉദ്യോഗസ്ഥരായി 2 പേരും ലോകം ചുറ്റാൻ ഇറങ്ങിയത്. 17 പേർ ഈ ഒരു ഉദ്യമത്തിന് താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും പരിശീലനം പൂർത്തിയാക്കി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ 2 പേരുമാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മലയാളി ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത്, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് സ്വദേശിനിയാണ്. കുട്ടിക്കാലം മുതൽ തന്നെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ദിൽനയ്ക്ക് എപ്പോഴും ഒരു ഹരമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ ബൈക്ക് ഓടിക്കുക, നാട്ടിലൊക്കെ ബൈക്ക് ഓടിക്കുന്ന പെൺകുട്ടി എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞത്, ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് പറഞ്ഞിരുന്നത്. അതിനുശേഷം ക്രിക്കറ്റിനോട് കമ്പം തോന്നി, അങ്ങനെ കേരള ക്രിക്കറ്റിൻ്റെ അണ്ടർ 90 ടീമിൽ ഇടം പിടിച്ചു. പിന്നെ ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് പോയി, അവിടെ ദേശീയ ജൂനിയർ ചാമ്പ്യനായി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ സൈന്യത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു സൈനികയാകണം എന്നൊരു ആഗ്രഹം കടന്നുകൂടിയത്. അങ്ങനെ 5 തവണ ആർമിയിൽ പരിശ്രമിച്ചു ജോലി കിട്ടാൻ വേണ്ടി, പക്ഷേ അത് നടന്നില്ല. അവസാനം നാവികസേനയിലാണ് കിട്ടിയത്. 5 തവണ ആർമിയിൽ കിട്ടായിരുന്നപ്പോഴും ആ ഒരു ആഗ്രഹം വിട്ടില്ല. തനിക്ക് കയറാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയി അവസാനം നാവികസേനയിൽ കയറി. അപ്പം നാവികസേനയിൽ കയറിയും അവിടെയും വെറുതെ ഇരുന്നില്ല, അവിടെയും വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആ ഒരു തീരുമാനത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ലോകം ചുറ്റാൻ ഇന്ത്യൻ നാവികസേന വനിതകളെ വിടാൻ തീരുമാനിച്ചപ്പോൾ അതിന് താല്പര്യം പ്രകടിപ്പിക്കുകയും പിന്നെ അതിന് പരിശീലനം പൂർത്തിയാക്കുകയും അവസാനം ആ തീരുമാനത്തിൽ, അല്ലെങ്കിൽ ആ 2 പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ ഒരാളായിട്ട് ദിൽന മാറുകയും ചെയ്തത്. ഇപ്പോൾ ഈ കടന്നുപോയ പ്രദേശമെന്ന് പറയുന്നത് അതിസാഹസികത നിറഞ്ഞ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ അതിസാഹസികത വേണ്ട ഒരു സ്ഥലമാണ്. ടേക്ക് പാസേജ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകം പിടിച്ച ഒരു സ്ഥലമാണ്. നമ്മൾ കാണുന്ന കടലല്ല ആ കടൽ. അവിടെ നല്ല വീതിയുള്ള ഒരു മേഖലയാണ്, 600 മൈൽ വീതിയുള്ള ഒരു മേഖലയാണ്. അവിടെ 6000 മീറ്റർ ആഴമുണ്ട്. കടൽ എപ്പോഴും പ്രക്ഷുബ്ധമായിരിക്കും. ഉയർന്ന തിരമാലകളുണ്ടാകും, ശക്തമായ കാറ്റുണ്ടാകും. ഇതിനെയൊക്കെ അതിജീവിച്ച് ആ സ്ഥലം മറികടക്കുക എന്നുള്ളത് ഒരു പരിചയസമ്പന്നനായ അല്ലെങ്കിൽ പരിചയസമ്പന്നയായ ഒരു നാവികനും നാവികയ്ക്കും കഴിയുന്ന കാര്യം പോലും അല്ല. അപ്പോൾ ആ ഒരു സ്ഥലമാണ് അവർ വളരെ ശ്രമകരമായിട്ട് തന്നെ പിന്നിട്ടത്. കേപ്പ് ഹോൺ അങ്ങനെ അവർ മറികടന്നിരിക്കുകയാണ്. അത് വലിയൊരു നേട്ടം തന്നെയാണ് ഇന്ത്യൻ നാവികസേന. തീർച്ചയായിട്ടും അരുൺ, അതൊരു വലിയ നേട്ടം തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ നാവികസേനയ്ക്ക്, മലയാളികൾക്ക് ഒക്കെ അഭിമാനിക്കാവുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ് ദിൽനയും സംഘവും നടത്തിയത്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.